നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിന്റെ ആകാശം വീണ്ടും കലുഷിതമാകുകയാണ്. ലോകം ഒരു വലിയ നയതന്ത്ര വിജയത്തിനായി കാത്തിരിക്കുമ്പോൾ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ അനിശ്ചിതത്വത്തിന്റെ നൂൽപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ചർച്ചാമേശയിൽ വാക്കുകൾ മുനതെയ്യുകയാണ്. മറുവശത്ത് അമേരിക്ക തങ്ങളുടെ സൈനിക കരുത്ത് റെക്കോർഡ് വേഗത്തിൽ മേഖലയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സൈനിക വൃത്തങ്ങൾ എയർബ്രിഡ്ജ് എന്ന് വിളിക്കുന്ന ബൃഹത്തായ വ്യോമപാതയിലൂടെ യുദ്ധവിമാനങ്ങളുടെയും അത്യാധുനിക ആയുധങ്ങളുടെയും വൻ പ്രവാഹം തന്നെയാണ് പേർഷ്യൻ കടലിടുക്കിലേക്ക് ഒഴുകുന്നത്. സമാധാനത്തിനായുള്ള അവസാന നൂലിഴയും അറ്റുപോകുമ്പോൾ ആകാശത്തൊരുങ്ങുന്ന ഈ വ്യോമപാലം സമാധാനത്തിലേക്കോ അതോ മറ്റൊരു വിനാശകരമായ സ്ഫോടനത്തിലേക്കോ ആണ് വഴി തുറക്കുന്നത് എന്ന് ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്നു. ഇറാനിൽ അമേരിക്കൻ സൈനികാക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്ക ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അടിയന്തര യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇറാനിലുള്ള വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ, ബിസിനസ്സുകാർ എന്നിവർ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്ന എംബസി കർശന നിർദ്ദേശം നൽകി. നിലവിലെ പ്രക്ഷുബ്ധമായ സാഹചര്യവും സുരക്ഷാ ഭീഷണിയും കണക്കിലെടുത്ത് വാണിജ്യ വിമാനങ്ങൾ വഴിയോ മറ്റു മാർഗങ്ങളിലൂടെയോ മടങ്ങാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമായതും US സൈനിക വിന്യാസം വർദ്ധിച്ചതും കണക്കിലെടുത്താണ് ഈ അടിയന്തര നീക്കം. 2026 ജനുവരി 5 പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങളുടെ തുടർച്ചയായാണ് എംബസിയുടെ പുതിയ അറിയിപ്പ്. ഇറാനിലെ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുന്നതിനാൽ വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ എല്ലാ ഗതാഗത മാർഗങ്ങളും പ്രയോജനപ്പെടുത്തി എത്രയും വേഗം മടങ്ങാൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സൈനിക ആക്രമണ ഭീഷണിക്ക് പുറമെ ഇറാന്റെ വിവിധ നഗരങ്ങളിൽ പുതുതായി പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സുരക്ഷാ വെല്ലുവിളി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കർശനമായി വിട്ടുനിൽക്കണമെന്നും എംബസി പ്രത്യേകം നിർദ്ദേശിച്ചു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് നിലവിലെ ആശങ്കയ്ക്ക് പ്രധാന കാരണം. നൂതന യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ആണവ കരാറിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ ഇറാനെതിരെ പരിമിതമായ സൈനിക ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ സൈനിക സജ്ജീകരണമാണ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. സൈനിക നീക്കങ്ങൾക്കിടയിലും സമാധാനത്തിനായുള്ള ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുകയാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വാഷിംഗ്ടൺ ടെഹ്റാൻ ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ജനീവയിൽ വെച്ച് ഇനിയും മൂന്നാം കൂടിക്കാഴ്ച നടത്തുന്നു. ആണവ പ്രശ്നത്തിന് നയതന്ത്ര പരിഹാരം കാണാൻ ഇപ്പോഴും അവസരമുണ്ടെന്നാണ് ഇറാന്റെ പക്ഷം. എന്നാൽ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ഇറാനിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പുതിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 6 ആഴ്ച മുമ്പ് നടന്ന പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണാർത്ഥം വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചുകൾ പലയിടത്തും അക്രമാസക്തമായി. ടെഹ്റാൻ, മഷ്ഹാദ് എന്നിവിടങ്ങളിൽ സർക്കാർ അനുകൂലികളും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഖമനേയിക്ക് മരണം സംഭവിക്കട്ടെ എന്നും വേഗം പണിതീർക്കൂ എന്നും മുദ്രാവാക്യം വിളിച്ച് ഷരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ടു. ഇവിടെ നടന്ന സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണത്തിനായി ഒത്തുകൂടിയവരായിരുന്നു ഇവർ. പ്രക്ഷോഭകരെ സംബന്ധിച്ച് ആണവ തർക്കത്തിൽ അമേരിക്ക ഇറാനുമായി ഒത്തുതീർപ്പിലെത്തുന്നതിൽ യാതൊരു താൽപ്പര്യവുമില്ല. ഇറാന്റെ മതഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്ക സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇറാനുമായി തമ്മിൽ കരാറുണ്ടാക്കുന്നത് അനിശ്ചിതാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇറാന്റെ നേതാക്കളെ വകവരുത്തുന്ന നടപടിയിലേക്ക് അമേരിക്ക പോയേക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഖമനേയെയും മകൻ മുജ്താബയെയും പുരോഹിത നേതൃത്വത്തിലെ പ്രമുഖരെയും വകവരുത്താനാണ് ട്രംപിന്റെ നീക്കമെന്ന് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഒരു തരത്തിലും അണുബോംബ് നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുവദിച്ചേക്കാം. എന്നാൽ വിപരീതമായി സംഭവിച്ചാൽ അമേരിക്ക ക്ഷമിക്കില്ല എന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ 2003 ഇറാഖ് അധിനിവേശത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അമേരിക്കയുടെ കിഴക്കൻ തീരത്തു നിന്നും ജർമ്മനിയിലെ രാംസ്റ്റൈൻ, ഖത്തറിലെ അൽ ഉദൈദ തുടങ്ങിയ പ്രധാന താവളങ്ങളിൽ നിന്നും
സൈനിക വിമാനങ്ങളുടെ വൻ നിരയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവഹിക്കുന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റകൾ വിശകലനം ചെയ്യുമ്പോൾ ഭയാനകമായ ചില വസ്തുതകൾ പുറത്തുവരുന്നു. പടുകൂറ്റൻ ചരക്കു വിമാനങ്ങളായ C-17 ഗ്ലോബ് മാസ്റ്റർ, C-5 ഗാലക്സി എന്നിവ മിനിറ്റുകളുടെ ഇടവേളയിൽ മേഖലയിലെ താവളങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവയിലൂടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ്, ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്, പാട്രിയറ്റ് മിസൈലുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയാണ് വിന്യസിക്കപ്പെടുന്നത്. ഇറാന്റെ ഏത് മിസൈൽ പ്രത്യാക്രമണത്തെയും തടയാനുള്ള ഒരു ഇരുമ്പ് കവചമാണ് അമേരിക്ക ഇവിടെ ഒരുക്കുന്നത്. ഈ സൈനിക നീക്കത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം KC-135 സ്ട്രാറ്റോ ടാങ്കറുകളുടെയും KC-46 പെഗാസസ് വിമാനങ്ങളുടെയും അസാധാരണമായ സാന്നിധ്യമാണ്. ദീർഘദൂര യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ഈ സംവിധാനം ഇറാന്റെ ഉൾപ്രദേശങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള സുദീർഘമായ വ്യോമാക്രമണങ്ങൾക്കുള്ള ഒരു മുൻകൂർ തയ്യാറെടുപ്പാണ്. ഔദ്യോഗിക കണക്കുകൾക്ക് പുറമേ ആയി ആയിരക്കണക്കിന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സുകളെയും ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് സ്റ്റാഫിനെയും അതീവ രഹസ്യമായി വിവിധ ബേസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ സൈപ്രസ് പോലുള്ള മെഡിറ്ററേനിയൻ ദ്വീപുകളിലും അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നത് ഇറാനുമേൽ പല ദിശകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉറപ്പാക്കുകയാണ്. അമേരിക്ക പണിയുന്ന ഈ വ്യോമപാലം യഥാർത്ഥത്തിൽ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ യുദ്ധത്തിലേക്ക് മാറാനുള്ള ഒരു സ്വിച്ചായി പ്രവർത്തിക്കും. ഇറാന്റെ ഓരോ നീക്കത്തെയും നിരീക്ഷിക്കാൻ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളും മേഖലയിൽ സജീവമാണ്. ട്രംപ് ഭരണകൂടം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ചർച്ചകൾ ഫലിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മറ്റൊരു മഹാവിസ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളും അതിനെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യവും മിഡിൽ ഈസ്റ്റിനെ ഒരു യുദ്ധമുനമ്പിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും മിഡിൽ ഈസ്റ്റ് പ്രത്യേക പ്രതിനിധിയുമായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് അന്ത്യശാസ്ത്രമായാണ് ലോകം കാണുന്നത്. ഇറാൻ ആണവ ബോംബിലേക്ക് ഒരു വാരത്തിന്റെ ദൂരം മാത്രം എന്ന പ്രസ്താവനയിലൂടെ ചർച്ചകൾക്ക് പകരം സൈനിക നടപടിക്ക് അമേരിക്ക മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് 5% സമ്പുഷ്ടീകരണം മതിയാകുമ്പോൾ ഇറാൻ 60% വരെ എത്തിയത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത് അത്യാധുനികമായ ഭൂഗർഭ സൈനിക താവളങ്ങളാണ്. മലനിരകൾക്കുള്ളിൽ 100 കണക്കിനടി താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള ഈഗിൾ 44 പോലുള്ള താവളങ്ങളിൽ നിന്ന് ഏതു നിമിഷവും യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും പറന്നുയരാനാകും. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഈ താവളങ്ങളാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ സാന്നിധ്യം അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഫത്ത പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ്. ഇവയെ തടയാൻ നിലവിലുള്ള ഒരു അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. കൂടാതെ ചടുലമായി നീങ്ങുന്ന ആയിരക്കണക്കിന് ചെറു കപ്പലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഉപയോഗിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ വളയാൻ ഇറാൻ പദ്ധതിയിടുന്നുമുണ്ട്. ഇറാൻ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ താവളങ്ങളെയും താൽപ്പര്യങ്ങളെയും ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷി ടെഹ്റാനുണ്ട് എന്ന് മറക്കരുത്. അമേരിക്ക ഒരു മുൻനിര യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ മേഖലയിലെ എല്ലാ US സഖ്യരാജ്യങ്ങളും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിക്കഴിഞ്ഞു. ട്രംപിന്റെ സമ്മർദ്ദതന്ത്രങ്ങൾ ഇറാനെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുമോ അതോ മേഖലയെ ഒരു മഹാമാരി പോലെ വിഴുങ്ങുന്ന യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. മലയാളി വാർത്ത പ്ലസ്.